ഓം ശാന്തി. നമ്മളൊരു സ്ഥലത്തേക്ക് വന്നു, വണ്ടി നിർത്തി താക്കോലും കൊണ്ട് കയറി വന്നു. ആ കയറി വന്ന വഴിയിൽ എവിടെയോ ഒരുത്തർ താക്കോല് വെച്ചു. സംസാരിച്ച് പോകാൻ നേരത്ത് നോക്കുമ്പോൾ എവിടെയാ താക്കോല് വെച്ചെന്നുള്ള കാര്യം കാണുന്നേ ഇല്ല. പലപ്പോഴും ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോഴായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ വന്ന് കയറി എവിടെയെങ്കിലും താക്കോല് വെച്ചു. പിറ്റേ ദിവസം പോകാൻ നേരത്ത് നോക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ താക്കോൽ എവിടെയാണെന്ന് നോക്കി തപ്പിക്കളിക്കുന്ന അവസ്ഥ. താക്കോല് മാത്രമല്ല, പലതും പേഴ്സ് എവിടെ വെച്ചു എന്ന് കാണുന്നില്ല, കണ്ണാട എവിടെ വെച്ചു എന്ന് കാണുന്നില്ല, താക്കോൽ എവിടെ വെച്ചു എന്ന് കാണുന്നില്ല. ഇങ്ങനെ പല സാധനങ്ങളും നമ്മൾ കൊണ്ടുവച്ചിട്ട് അത് വെക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയായിരിക്കും ഒരു പക്ഷേ വെച്ചിട്ടുണ്ടായിരിക്കുക. എന്നിരുന്നാലും അത് കാണാതെ തപ്പി 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 മടുക്കുന്ന അവസ്ഥ പലർക്കും അനുഭവിക്കാറുണ്ട്. റൂമിലേക്ക് എന്തോ കാര്യം എടുക്കാൻ വേണ്ടി വന്നു, പക്ഷേ റൂമിൽ വന്നപ്പോൾ എന്താ എടുക്കാമെന്നുള്ള കാര്യം മറന്നുപോയി. ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ച് ഫോൺ ചെയ്തു, ആ കാര്യം പറയാൻ മറന്നിട്ട് സംസാരിച്ച് ഫോൺ വെച്ചു. ഇങ്ങനെ പലപ്പോഴും പല രീതിയിലും നമ്മൾ ചെയ്യേണ്ട കാര്യത്തിനെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഒരു മൂടൽ മഞ്ഞൾ വന്നിരിക്കുന്നു എന്നർത്ഥം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇന്നത്തെ ജീവിത രീതിയിൽ ഒരു മിനിറ്റ് പോലും മനസ്സിന് ഫ്രീ ആക്കാൻ സാധിക്കുന്നേ ഇല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ, ഒന്നുകിൽ നമ്മുടെ കമ്പ്യൂട്ടർ, അതല്ലെങ്കിൽ ആളിനോടുള്ള സംസാരം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്കുകളായിട്ട് വന്നു, അതല്ലെങ്കിൽ വാട്സപ്പായി, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ളതായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവായി. ഇങ്ങനെ എപ്പോഴെങ്കിലും മനസ്സ് ശാന്തമാക്കി വെക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ ഒരു സമയത്തുമില്ല. എല്ലാ സമയത്തും ഒന്നല്ലെങ്കിൽ മറ്റൊരു ഇൻഫോർമേഷൻ കൊണ്ട് നമ്മുടെ മനസ്സ് ഭയങ്കര ബിസിയായിട്ട് മാറുകയാണ്. അങ്ങനെ ടു മച്ച് ബിസിയായി മാറുന്ന സമയത്ത് മനസ്സ് അത്രയധികം ഓവർലോഡായിട്ട് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഓവർ സ്റ്റിമുലേഷൻ എന്നതിനെ പറയും. കാര്യങ്ങൾ ഒന്നിലലിയാവുന്നതിലത്ര, ഒരു വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് അലിയുന്നത്ര ഉപ്പിട്ടാൽ ആ വെള്ളത്തിൽ അലിയും. അതിൽ കൂടുതൽ ഉപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ആ വെള്ളത്തിൽ കിടക്കുകയുള്ളൂ, അല്ലാതെ ആ വെള്ളത്തിലെ മോളിക്യൂൾസ് ആയിട്ട് അലിഞ്ഞു ചേരാൻ പറ്റില്ല. അതേപോലെ നമുക്ക് അന്നത്തെ ദിവസത്തിലേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്നും എന്തൊക്കെയോ വാരി വലിച്ചിട്ട് നമ്മുടെ മനസ്സിനെ നിറച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കാര്യങ്ങളും കണ്ടെത്താൻ പറ്റാതിരിക്കുന്ന അവസ്ഥ, ഇതിനെയാണ് ഓവർ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ബ്രെയിൻ ജാമായി പോകുന്ന സമയത്ത് അതിന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റാതിരിക്കുന്നൊരവസ്ഥ. അങ്ങനെ വരുമ്പോഴാണ് എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ല, എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടാവില്ല, ഞാൻ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു പോവും, ഞാൻ അങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചു പോവും, ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കാണുന്നില്ല എന്നായി പോവും. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഓവർ സ്റ്റിമുലേഷൻ കൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനൊരവസ്ഥ വരുമ്പോൾ മനസ്സിലറിയാതെ സ്ട്രെസ്സിന് കാരണമായിട്ട് മാറും. കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളതിന് സാരമില്ല, അത് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇത് നിരന്തരമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു ഹൈ സ്ട്രെസ്സിന് കാരണമായിട്ട് മാറുകയും പല രീതിയിലുള്ളതായിട്ടുള്ള ശാരീരികവും മാനസികമായിരിക്കുന്ന അവസ്ഥകൾക്കും രോഗങ്ങൾക്കും കാരണമായിട്ട് മാറും. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആദ്യം നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻ എന്തെന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ നിരന്തരമായി മാറുന്ന സമയത്ത് കോഗ്നിറ്റീവ് ഇഷ്യൂസ് എന്ന് പറയും. ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് ആ കാര്യം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ ഒരു 15 മിനിറ്റ് സമയം നന്നായി നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനൊരവസ്ഥ കടന്നു പോകുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും മനസ്സ് അവിടെ നിന്ന് മാറിപ്പോകാൻ തുടങ്ങും. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നതിൻ്റെ ഡ്യൂറേഷൻ, സമയം അത് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങും. ചെയ്യേണ്ട കാര്യങ്ങൾക്കുള്ളതായിരിക്കുന്ന ഫോക്കസിങ് അതും വല്ലാണ്ട് കുറയാൻ തുടങ്ങും. നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയും ലോങ് ടൈം മെമ്മറിയും രണ്ടിനും ഇത് ബാധിക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി കുറച്ച് സമയം മനസ്സിന് സൈലൻസിലൂടെ റെസ്റ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ശരീരത്തിന് പോലും വ്യായാമം പ്രോപ്പറായിട്ടില്ല എങ്കിൽ ശരീരത്തിൽ രോഗങ്ങൾ വരാറുണ്ട്. അതുപോലെ മനസ്സിന് പ്രോപ്പറായിരിക്കുന്ന വ്യായാമം കൊടുത്തില്ല എങ്കിൽ മനസ്സിലും അത് രോഗങ്ങളായിട്ട് മാറും. അത് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കുന്ന ബ്രെയിനിനെ ബാധിക്കാൻ തുടങ്ങും. അതിൻ്റെ എല്ലാ കപ്പാസിറ്റിയും അത് പതുക്കെ അതിന് യൂസ് ആവാതിരിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ അത് ജാം ആവുന്ന അവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങളെ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും. അതുകൊണ്ട് അങ്ങനെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ദിവസവും കുറച്ച് സമയം നമ്പർ 1 ഇതിനുള്ളതായിരിക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ തന്നെയാണ്.
നിങ്ങളുടെ മനസ്സിൽ ഒരൊറ്റ സങ്കല്പത്തിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുണത്തിൽ ഒരു ശക്തിയിൽ ഈശ്വരനുമായിട്ടുള്ള ഡീപ്പ് എക്സ്പീരിയൻസ് ഒരു 15 മിനിറ്റ് സമയം ആ ഡീപ്പ് എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിച്ചാൽ മണിക്കൂറുകളോളം മനസ്സ് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു സൈലൻസും ആ ഒരു എനർജിയും അതിന് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല മെത്തേഡ് മെഡിറ്റേഷൻ തന്നെയാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ മെഡിറ്റേഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന രീതിയിൽ കുറേ കളികളുണ്ട്. അതിലേതെങ്കിലും കളികൾ. ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, മനസ്സിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി വീണ്ടും നിങ്ങൾ ഏതെങ്കിലും സിനിമ കാണാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് കാണാനോ നിങ്ങൾ പോയേക്കരുത്. അവിടെ മനസ്സ് റിലാക്സ് ചെയ്യല്ല ചെയ്യുക. എഗെയിൻ വേസ്റ്റ് ആൻഡ് നെഗറ്റീവ് തോട്ട്സ് വിത്ത് സൗണ്ട്, അതിൻ്റെ പിക്ചർ, അതിൻ്റെ ഫീലിങ്സ് എല്ലാം സഹിതം നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുകയും അത് മനസ്സിനെ കുറേയും കൂടെ എൻഗേജ്ഡ് ആക്കി മാറ്റുകയുള്ളൂ. അതുകൊണ്ട് ബാഹ്യലോകത്തെ ഒരു സാധനത്തിൻ്റെയും ശബ്ദം കേൾക്കാതെ ആന്തരികമായിരിക്കുന്ന ശബ്ദം മാത്രം കേൾക്കുന്ന രീതിയിൽ, അഥവാ മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന രീതിയിലതായിട്ടുള്ള കൊച്ചു കൊച്ചു ഗെയിമുകൾ എന്തെങ്കിലും ഇൻവോൾവ് ആവുക. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ലോകത്ത് തന്നെ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട്, മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ അർത്ഥം മറ്റൊരു രീതിയിൽ ഈ ലോകത്തിലെ എല്ലാ മെമ്മറീസിലും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് നമ്മുടെ അകത്തേക്കുള്ളതായിരിക്കുന്ന യാത്രയാണ്. അകത്തെ ലോകത്ത് ആ ശാന്തിയുടെ അനുഭൂതിയിൽ കുറച്ച് സമയം സുഖമായിട്ടിരിക്കുമ്പോൾ മണിക്കൂറുകളോളം ഉറങ്ങിയ പോലെ നിങ്ങൾ ഫ്രഷായി തീരുകയും മനസ്സതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഊർജ്ജത്തെ അതിനുള്ളിലേക്ക് ആവാഹിക്കുകയും ചെയ്യും. അതിലൂടെ ഇത്തരം ഇഷ്യൂസ് നമുക്കൊരു ലിമിറ്റ് വരെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഇത്തരം ഇഷ്യൂസ് ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഓവറായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡ് ഓവർലോഡ് ആവുകയാണ്. അതിന് നമ്മൾ പറയും കോഗ്നിറ്റീവ് ഇഷ്യൂസ് എന്ന് പറയും. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിന് വേറൊരു പ്രോബ്ലം സംഭവിക്കുക എപ്പോഴാണെന്ന് വെച്ചാൽ, ഒരു കാര്യം നമുക്ക് ചെയ്യണം എന്ന് നമ്മൾ അറിയുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളത്തെ ഒരാൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. ആ കാര്യം ചെയ്യാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതോടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ അത് ചെയ്യാം എന്നവിടെ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ കാര്യത്തെ മാറ്റി വയ്ക്കുമ്പോൾ, ഇപ്പല്ല കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് നിങ്ങൾ മാറ്റി വയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങൾ ചെയ്യാം എന്ന് കമ്മിറ്റ് ചെയ്ത ആ മൊമെൻറ്റിൽ ആ കാര്യം ചെയ്യാനായിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് റെഡിയായി കഴിഞ്ഞു, അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ കോൺഷ്യസ് മൈൻഡ് കുറച്ച് കഴിയട്ടെ എന്ന് പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ചെയ്യാനുള്ളതായിട്ടുള്ള വിദ്യ സബ് കോൺഷ്യസ് മൈൻഡിന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അത് ഡിസ്റ്റർബ്ഡ് ആവാൻ തുടങ്ങും. അത് ഡിസ്റ്റർബ്ഡ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഫോക്കസിങ്ങിൻ്റെ പവർ കുറയും. അപ്പോൾ അതിനെ ഇപ്പോൾ ചെയ്യണോ പിന്നെ ചെയ്യണോ എന്നതിനറിയില്ല. അതുകൊണ്ട് അത് ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നു പോകും. അതുകൊണ്ടാണ് മറക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, കുറച്ച് കഴിഞ്ഞാൽ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷേ അത് മാറ്റി വയ്ക്കുമ്പോൾ പലതും അത് മറന്നു പോകും. പലപ്പോഴും അത്തരം കൊച്ചു കൊച്ചു മറവികൾ നമ്മുടെ ലൈഫിൽ വലിയ വലിയ നഷ്ടങ്ങൾ വരെ നമുക്ക് വരുത്തി വയ്ക്കാറുണ്ട്. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റാതാവുകയാണ്, അത് ഓവർലോഡഡ് ആവുകയാണ്, അതിന് പ്ലാനിങ് കിട്ടാതായി മാറുകയാണ്. ഒരു പ്ലാൻ ചെയ്യുന്നു, അത് പോവാതെ ഇപ്പുറത്തേക്ക് ചാടുന്നു, അപ്പുറത്തേക്ക് ചാടുന്നു, അത് ഡിസ്റ്റർബ്ഡ് ആവുന്നു, അതിൻ്റെ ഫോക്കസ് ഔട്ടായി മാറുന്നു. അതുകൊണ്ട് അതിന് പ്രോപ്പർ വേയിൽ നിങ്ങൾ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റാതായി പോവുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഓവർലോഡിങ് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഉറക്കം പ്രോപ്പറായിട്ടില്ലാതാകുമ്പോൾ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ളതായിട്ടുള്ള ഉറക്കം നിർബന്ധമായിട്ടും വേണം. ശാരീരികമായിരിക്കുന്ന കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ 6 മണിക്കൂറെങ്കിലും ഉറക്കം നമുക്ക് ആവശ്യമാണ്. അതല്ല മാനസികമായിട്ട് നമുക്ക് ഇരുന്നിട്ടുള്ള കമ്പ്യൂട്ടർ വർക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം വ്യായാമത്തിന് വേണ്ടി ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവാനും പിന്നെ മനസ്സിന് ഡീപ്പ് സൈലൻസിൽ എക്സ്പീരിയൻസ് ചെയ്യിച്ചുകൊണ്ട് 4 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയാൽ ധാരാളമായി. ഇത് 4 മണിക്കൂറല്ല, 4 മുതൽ 6 മണിക്കൂർ വരെയുള്ള സമയം, ആ സമയം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റിയാൽ നന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഉറക്കം പൂർത്തിയാവാതെ വരുന്ന സമയത്ത് ബ്രെയിനിന് പ്രോപ്പറായിരിക്കുന്ന റെസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിലും അതിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് നല്ല ഉറക്കം നല്ല ആരോഗ്യത്തിന് ആവശ്യമാണ് എന്ന് കരുതി ഒരുപാട് സമയം കിടന്ന് ഉറങ്ങിയത് കൊണ്ട് നല്ല ആരോഗ്യം കൂടുന്നു വിചാരിക്കരുത്. അത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഊർജ്ജത്തെ നഷ്ടപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ട് 4 മുതൽ 6 വരെയുള്ളതായിരിക്കുന്ന മണിക്കൂർ സമയം നിങ്ങൾക്ക് പ്രോപ്പറായിരിക്കുന്ന സമയം സെലക്ട് ചെയ്ത് ആ സമയം ഉറങ്ങുന്ന സമയത്ത് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി ഉറങ്ങും മുന്നേ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം. ഉറങ്ങാൻ പോകുന്നേക്കാൾ മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അതെല്ലാം ചെയ്ത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി അതിനെ ക്ലീൻ ആക്കിക്കൊണ്ട് വെയ്റ്റ്ലെസ് ആക്കി ഒരു 4 മണിക്കൂർ ഉറങ്ങുമ്പോൾ തന്നെ നന്നായി കിട്ടും. പക്ഷേ കണ്ടീഷൻ, നിങ്ങൾ അഥവാ ശാരീരികമായിരിക്കുന്ന അധ്വാനം ചെയ്യുന്നില്ല എങ്കിൽ
തീർച്ചയായിട്ടും ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ വേയിൽ വരണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം ഒരിക്കലും സുഖകരമായിട്ട് കിട്ടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഒരു 20 മിനിറ്റെങ്കിലും സമയം ഏതെങ്കിലും രീതിയിലുള്ളതായിട്ടുള്ള യോഗാസനങ്ങളോ നടക്കാൻ പോയിട്ടോ ഓടിയിട്ടോ അല്ലെങ്കിൽ ജിമ്മ് പോയിട്ടോ ഏത് രീതിയായിട്ടെങ്കിലും ഒരു 20 മിനിറ്റ്സ് എങ്കിലും എക്സസൈസിന് വേണ്ടി മാറ്റിവെച്ച് സർക്കുലേഷൻ പ്രോപ്പറാക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് പ്രോപ്പറായിരിക്കുന്ന ഉറക്കം കിട്ടുന്നത്. പ്രോപ്പറായിരിക്കുന്ന ഉറക്കം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങളുടെ ഓർമ്മശക്തിയും പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് അതും ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം മിസ്സിംഗ് ന്യൂട്രീഷനാണ്. നമ്മൾ എങ്ങനെയോ ഉള്ള ആഹാരങ്ങൾ പലപ്പോഴും ഇന്നത്തെ ആധുനിക ലോകത്തെ ജീവിത രീതിയിൽ മനുഷ്യന്മാർ ആഹാരം കഴിക്കാൻ വേണ്ടി ആഹാരം കഴിക്കും. എന്തെങ്കിലും അധികം ഫാസ്റ്റ് ഫുഡിൻ്റെ സ്വഭാവം മനുഷ്യന്മാർക്ക്. ഒന്നുകിൽ ബർഗർ കഴിച്ചു, അല്ലെങ്കിൽ അവിടുന്ന് അത് വാങ്ങി തിന്നു, ഇത് വാങ്ങി തിന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി തിന്ന് നമ്മുടെ വയറ് നിറയ്ക്കുന്ന സമയത്ത് ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന പ്രോട്ടീൻ റിച്ച് ആണോ ആ ഫുഡ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ കെയർഫുള്ളായേ പറ്റൂ. നമ്മുടെ ബ്രെയിനിന് പ്രവർത്തിക്കാൻ സപ്പോർട്ടാവുന്ന രീതിയിലതായിരിക്കുന്ന പ്രോട്ടീൻ അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ പ്രോട്ടീൻ നന്നായി കിട്ടുന്ന രീതിയിലതായിരിക്കുന്ന ഫുഡ് അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ട് അത് ഏറ്റവും നന്നായിട്ട് കിട്ടുക നിറയെ വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ, ഇലക്കറികൾ കഴിക്കുമ്പോൾ, ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നാവിന് ഇഷ്ടപ്പെടുന്ന സാധനം ആരോഗ്യത്തിന് ഇഷ്ടപ്പെട്ടോളന്നില്ല, ആരോഗ്യത്തിന് ഇഷ്ടപ്പെടുന്ന സാധനം നാവിന് ഇഷ്ടപ്പെട്ടോളന്നില്ല എന്ന്. അതുകൊണ്ട് ഈ 2.5 ഇഞ്ച് മാത്രം നിൽക്കുന്നതായിട്ടുള്ള നാവിൻ്റെ അടിമയാവാതെ ആരോഗ്യത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നിറയെ പ്രോട്ടീനുള്ളതായിരിക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിലും നമ്മുടെ ബ്രെയിനിൻ്റെ ഈ ഒരു കഞ്ചഷൻ അഥവാ ഈ ബ്രെയിൻ സ്റ്റക്കാവുന്ന അവസ്ഥയിൽ നിന്ന്, ഇതിന് ഓവർ സ്ട്രെസ്സിലൂടെ ഉണ്ടാവുന്നതായിട്ടുള്ള മറവികളിൽ നിന്നൊക്കെ നമുക്ക് അഥവാ ബ്രെയിൻ ഫോഗിൽ നിന്ന് നമുക്ക് ബ്രെയിനിനെ രക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിനെ ഫ്രീ ആക്കാൻ സാധിക്കും. സ്ട്രെസ്സിൽ നിന്ന് ഫ്രീ ആവാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇത് സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഓവർ സ്റ്റിമുലേഷൻ കൊണ്ടാണ്. അതില്ലാതാക്കാൻ വേണ്ടി കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തി നമ്മുടെ ലിമിറ്റ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾക്കാവുന്നതായിട്ടുള്ള നിങ്ങളുടെ സ്റ്റാറ്റസ് എത്രയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ നമ്മുടെ വർക്കിനെ നമ്മൾ പ്ലാൻ ചെയ്യണം. രണ്ടാമത് സബ്കോൺഷ്യസ് മൈൻഡിന് ഓവർലോഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ച ആ കാര്യം അപ്പം ചെയ്ത് അതിനെ പെർഫെക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി അനുവദിക്കുക. മൂന്നാമത്തെ കോഗ്നിറ്റീവ് ഇഷ്യൂസ് ഇല്ലാതാക്കി മാറ്റാൻ വേണ്ടി മെഡിറ്റേഷൻ അഥവാ മൈൻഡ് ഗെയിം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് സെലക്ട് ചെയ്യുക. നാലാമത്തെ പ്രോപ്പറായിരിക്കുന്ന ഉറക്കം നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആഹാരത്തിൽ നമുക്ക് ന്യൂട്രീഷ്യൻസ് മിസ്സിങ് ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മളെയൊക്കെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഞാനത് ഓർത്തു പറയാമെന്നു പറ്റുന്നില്ല, അവിടെ വെച്ച് ഓർമ്മയില്ല, ഈ വെച്ച സാധനം കാണാതെ തിരഞ്ഞ് എത്ര സമയം എൻ്റെ അടുത്ത് നിന്ന് പോകുക എന്നുള്ളതിന് കണക്കേ ഇല്ല. ഈ എല്ലാ പരാതികളും നമുക്ക് ഇല്ലാതാക്കാം. ബ്രെയിനിൻ്റെ മൂടൽ മഞ്ഞിൽ, നമ്മുടെ തലച്ചോറിൻ്റെ മൂടൽ മഞ്ഞിനെ ഇല്ലാതാക്കി മാറ്റുക. അതിനെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കും എന്ന് ഉറച്ച വിശ്വാസത്തോടെ നിർത്തട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.